സിനിമാ താരം ഷൊർണൂർ വിജയൻ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അഴിച്ചുവെക്കുകയാണ്. രാഷ്ട്രീയ അതൃപ്തിയോ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കുറവോ ഒന്നുമല്ല ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. കാരണം സിനിമയാണ്, സിനിമയോടുള്ള വല്ലാത്ത ആത്മബന്ധം. ഏകദേശം 1980 മുതൽ 95 വരെ ഒരു സജീവ പൊതുപ്രവർത്തനായിരുന്നു ഞാൻ. 95 മുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്ത് സിനിമാ മേഖലയിലേക്ക് പോവുകയും അവിടെ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുകയും 2 സിനിമകൾക്ക് കഥ എഴുതുകയും നിരവധി സിനിമകൾ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. 2010 അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ നഗരസഭയിലെ കൌൺസിലറായി. ഇപ്പൊ 2020 വീണ്ടും ആയി. അപ്പൊ ഒരു 15 കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഇവിടെ നഗരസഭയിൽ ഞാൻ കുരുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ശരി. പക്ഷെ എന്റെ കലാ സാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായിട്ടെടുത്തു. കോൺഗ്രസിനൊപ്പമായിരുന്നു ഷൊർണൂർ വിജയന്റെ രാഷ്ട്രീയ യാത്ര. പാലക്കാട് DCC അംഗമായിരുന്നു, 2 തവണ കൌൺസിലർ. 2010 2020 ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്ര വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി. എന്നാൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2023 കോൺഗ്രസ് വിട്ടു. ഇപ്പോൾ CPIM-നൊപ്പം. ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നു. പരുത്തിപ്ര, മഞ്ഞക്കാട്, ഗണേശഗിരി വാർഡുകളിലൊന്നിൽ മത്സരിക്കാനായിരുന്നു അവസരം. എന്നാൽ വിജയൻ സ്വമേധയാ പിന്മാറി. കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ഒരു വട്ടം ജയിച്ചു കഴിഞ്ഞാൽ അത് MLA ആവട്ടെ, MP ആവട്ടെ, കൌൺസിലർമാരാവട്ടെ, പിന്നെ ആർക്കും വഴിമാറി കൊടുക്കാത്ത ഒരു ദീർഘകാല ചിന്തയുമായി നടക്കുന്ന എനിക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. ഒരു 2 വട്ടത്തോടെ എല്ലാവരും അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞാനും 2 വട്ടം കൌൺസിലറായി. ഇനി മത്സരിക്കുന്നില്ല എന്നങ്ങ് തീരുമാനം എടുത്തു. കാരണം അടുത്ത തലമുറയ്ക്ക് മത്സരിക്കണ്ടേ. നിരവധി പ്രവർത്തകർ സംഘടനകൾക്ക് വേണ്ടി സജീവമായി അവർക്കൊക്കെ ഒരു അവസരം കൊടുത്ത് മാറി മാറി അവസരങ്ങൾ കിട്ടുമ്പോഴേ അവർക്കും ഇതിനോട് സംഘടനയോട് പ്രാതിനിധ്യം, ജനങ്ങൾക്കും പുതുമയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട്. 2005 പുറത്തിറങ്ങിയ വെക്കേഷൻ, 2008 മുകേഷ് നായകനായ ഗോപാലപുരാണം എന്നീ സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് വിജയനായിരുന്നു. ഉനക്കാകെ എൻ കാതൽ, മനസ്സിലൊരു മഞ്ഞുതുള്ളി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പണം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് വിജയൻ ഇപ്പോൾ.